നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ വായിച്ച ലൈൻസ് ഒന്നുകൂടി വായിക്കാം. വെൻ വി റൈസ് ടു സം ഹൈറ്റ്, ലോനെസ് ഇസ് ഓൾസോ വിതിൻ അവർ സൈറ്റ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. This is a secret of nature. If while remaining glued to the master, we make high advancement and yet feel low, is this not a state? The cause of this I have just stated. Our passion should be whatever is there is thine. And when it is thus, where is the occasion for regret? അപ്പോൾ ഇതിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ലാലാജി മഹാരാജ് ഊന്നി പറയുന്നത് ബീയിങ് ഗ്ലൂഡ് ടു ദ മാസ്റ്റർ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയുടെ അടിസ്ഥാന തത്വം ഭക്തിയാണ്. ലോകത്തിൽ എത്രയോ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭക്തി ഇല്ലാണ്ട് സ്പിരിച്വൽ പ്രോഗ്രസ് നടക്കില്ല. സ്പിരിച്വൽ പ്രോഗ്രസ് അതിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം എന്ന് ഭഗവത്ഗീത വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല രീതിയിലും നന്നാവാൻ ശ്രമിക്കുന്നു. മനസ്സിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. മഹാത്മാഗാന്ധിജി സത്യാഗ്രഹം എന്ന് സത്യത്തെ ആഗ്രഹിക്കുന്നു. സത്യത്തിലേക്കുള്ള യാത്ര, ഞാൻ ആരാണെന്ന് കണ്ടെത്തൽ, ഹുവാമായി, നേതി നേതി എന്നുള്ള ഫിലോസഫി, ഇതെല്ലാം നമ്മളെ ഉയർത്തുന്നു, സ്പിരിച്വലായിട്ട് ഉയർത്തുന്നു. പക്ഷെ എവിടെ എത്തി? ഈ യാത്ര ശരിയായിട്ട് ഡയറക്ഷനിലാണോ എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? നമ്മളുടെയൊക്കെ ഒരു ഗൈഡൻസ് ഉള്ളപ്പോൾ മാത്രം. ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളും ഒരുപോലെ തന്നെ തോന്നും. നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ പോയാൽ അറിയാം, ചിലപ്പോൾ ഒരേ ജംഗ്ഷനിൽ വീണ്ടും വീണ്ടും എത്തും. നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റില്ല. അതുപോലെ GPS മാപ്പ് ചിലപ്പോൾ വഴി തെറ്റിക്കും. പക്ഷേ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ഇതല്ല, ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് മനസ്സിലാവുന്നു.
അതുപോലെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയല്ല, യാത്രയിൽ തന്നെയാണെന്ന് പറഞ്ഞു തരാനും ഗൈഡിന് തന്നെ പറ്റും. കാരണം റെപ്പറ്റീഷൻസ് ചിലപ്പോൾ യാത്രയിൽ വരാം, പക്ഷെ അത് സ്റ്റക്കാണെന്നുള്ള അർത്ഥമില്ല. ചിലപ്പോൾ ഡിപ്രഷനിലിരിക്കാം, മനസ്സിന് വിഷമമുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മുടെ യാത്രയ്ക്ക് തടസ്സമല്ല. നമ്മളിപ്പോൾ ഒരു ഭൗതിക യാത്ര നടത്തുമ്പോൾ തന്നെ ചിലപ്പോൾ സൗകര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവാം, ചൂട് കൂടിയിട്ടുണ്ടാവും, ഇറങ്ങി പോകാൻ തോന്നാം. പക്ഷേ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തരുത്. ചില മലയൊക്കെ കയറുമ്പോൾ റോഡ് താഴേക്ക് പോകും കുറച്ച് നേരം, അപ്പോൾ എനിക്ക് താഴേക്ക് പോകണമെന്ന് തോന്നും. അപ്പോൾ ഗൈഡിന് അറിയാമല്ല, നമ്മൾ നേരെ വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ഗൈഡ് വേണം, ഗൈഡിനെ ഫോളോ ചെയ്യണം. ഇപ്പോൾ ആധ്യാത്മികയിൽ ഗൈഡിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗൈഡിൻ്റെ ക്യാരക്ടർ നമ്മൾ എമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ലാലാജി മഹാരാജ് ഇവിടെ പറയുന്നത്. നമ്മൾ എത്ര ഉയർന്നാലും എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ ലിവിങ് മാസ്റ്റർ നിൽക്കുന്നു. അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി ഓഫ് മാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ സ്നേഹത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തെ എമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു അത്രത്തോളം നമ്മൾ ഫാസ്റ്ററായിട്ട് അദ്ദേഹത്തെ പോലെ തന്നെയാവുന്നു. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അദ്ദേഹവും ഞാനും ഒന്നുപോലെ തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അദ്ദേഹം കൈകളിലെടുത്ത് പോകുന്നു എന്നാണ് മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ യാത്രക്കാരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും യാത്രയുണ്ട്. ഈ യാത്ര പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് മഹാപ്രളയത്തിൽ മാത്രമാണ്. ഇതുവരെ യാത്രയുണ്ട്. ഇപ്പോൾ യാത്ര നടത്തുന്നത് അഹംബോധം ആണ് തുടക്കത്തിൽ. പിന്നെ അഹംബോധം പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് ഹ്യൂമിലിറ്റി, അതാണ് ലാലാജി മഹാരാജ്, പൂർണ്ണമായിട്ട് ഹ്യൂമിലിറ്റി, വിനയാന്വിതനാവുന്നു. അങ്ങനെ വിനയാന്വിതനാകുമ്പോൾ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് പോലെയാവുന്നു. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന ഓണറിൻ്റെ കയ്യിൽ. അപ്പോഴാണ് ഇൻസ്ട്രുമെൻ്റ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു കഴിവുള്ളൊരു ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വയം ആ രീതിയിൽ മാറ്റിയെടുക്കണം, മാസ്റ്റർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളായി മാറ്റണം. അതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനിൽ ലാലാജി മഹാരാജ് പറയുന്നത്. കൂടുതൽ നമ്മുടെ വാക്കുകളിൽ പരിശുദ്ധി വരുമ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് നമ്മളെ അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെ പ്രവൃത്തികളിൽ ഏർപ്പെടുത്താൻ സാധിക്കുന്നു. ഇവൻ മതി, ഇവൻ ചെയ്തോളും, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവൻ ചെയ്യും. ഇപ്പോൾ ഒരു അച്ഛൻ മകനെ അയക്കുകയാണ്, അവൻ വന്നാൽ മതി, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എന്നെക്കാൾ ഭംഗിയായിട്ട് അവൻ നിർവഹിക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പേരൻ്റാണ് നമ്മുടെ മാസ്റ്റർ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത് ഈ വിനയമാണ്, ലോനെസ്. നമുക്ക് ലഭിച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെയാണെന്ന് തിരിച്ചറിയുക. അതാണ് വാട്ട് എവർ ഇസ് ദെയർ ഇസ് ദൈൻ ആൻഡ് വെൻ ഇറ്റ് ഇസ് ദസ് വേർ ദ ഒക്കേഷൻ ഫോർ റിഗ്രറ്റ്. നമുക്ക് ലഭിച്ചത് എന്തും ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ലാലാജി മഹാരാജിൻ്റേത് എല്ലാം എൻ്റേതല്ലാന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്നാണ്. മാസ്റ്ററുടെ അതേ കഴിവുകളും സ്വത്തുമാണ് നമുക്കുള്ളത്, ഒരു ഡിഫറൻസും ഇല്ല. പക്ഷേ ആ അഹംഭാവം പാടില്ല. ഇത് മാസ്റ്ററുടെയാണ്. ഒരു ഫ്ലൂട്ട് പോലെയാവണം എന്ന് ചാരുജി മഹാരാജ് പറയും. ഭഗവാന്റെ കയ്യിലുള്ള പുല്ലാങ്കുഴലിൽ കൂടുതൽ നല്ല സംഗീതം വരുമ്പോൾ പുല്ലാങ്കുഴൽ നല്ല ക്വാളിറ്റി പുല്ലാങ്കുഴലായിരിക്കും. പക്ഷേ സംഗീതം മാസ്റ്ററുടെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ നല്ല പുല്ലാങ്കുഴലായിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംഗീതം കൂടുതൽ പ്യൂരിഫൈ ചെയ്ത് അവസാനം അദ്ദേഹം തന്നെ എന്നിലൂടെ പ്രവഹിക്കുന്ന മാതിരി ഭഗവാന്റെ കയ്യിലെ പുല്ലാങ്കുഴലാവണം. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ കോൺവെർസേഷനാണ്, ശബ്ദം. ഈ ശബ്ദം, ഭൗതികമായിട്ടുള്ള ശബ്ദം അദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന മാതിരിയാണ്. സ്പിരിച്വാലിറ്റി അതിന് ഓം എന്ന് പറയുന്നു, ഉദ്ഗീതം എന്ന് പറയുന്നു. ഇതൊന്നും വാക്കുകളല്ല. നമ്മൾ ഓം എന്ന് പറയുന്നതല്ല ശരിക്കും ഉദ്ഗീതം, അതിൻ്റെ എസെൻസാണ്. പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ എസെൻസിനെയാണ് ഓം എന്ന് പറയുന്നത്. അതായിട്ട് നമ്മൾ മാറുന്നു, എസെൻസായിട്ട് മാറുന്നു. ശബ്ദവും എസെൻസായിട്ട് മാറുന്നു, വാക്കും അർത്ഥവും ഒന്നായിട്ട് മാറുന്നു. ആ രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത്രയും വിനയാന്വിതരാവണം എന്നാണ് ലാലാജി മഹാരാജിയോട് പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം, ഇനിയും വായിക്കാനുണ്ട്, പതുക്കെ പോവാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.